നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഏറ്റവും അധികം കേൾക്കുന്ന ഒരു വാക്കാണ് ഈ ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, അല്ലേ? ഇത്തരത്തിലുള്ള ടോക്സിക് റിലേഷൻഷിപ്പിൽപ്പെട്ട് നശിച്ചുപോയ, ജീവിതം നശിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ചുറ്റിനും. എന്തിനധികം പറയുന്നു, ജീവൻ പോലും നഷ്ടപ്പെട്ടു പോയ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കഥകൾ നിത്യേന എന്നോണം വാർത്താ മാധ്യമങ്ങളോട് നമ്മൾ കേൾക്കാറുമുണ്ട്. ഇതിൽ അധികവും ഇരകളാവുന്നത് സ്ത്രീകളാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. എന്നാൽ ഇക്കാലത്ത് പുരുഷന്മാർ പോലും ഇത്തരത്തിലുള്ള ടോക്സിക് റിലേഷൻഷിപ്പിൽപ്പെട്ട് ജീവിതം നശിപ്പിച്ച് കളയാറുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. എന്നാലും താരതമ്യേന സ്ത്രീകളായിരിക്കും ഇത്തരത്തിലുള്ള ബന്ധങ്ങളിൽ പെടാറുള്ളത് എന്നുള്ളതാണ് കാര്യം. ഇത്തരത്തിലുള്ള ടോക്സിക് റിലേഷൻഷിപ്പിൽ ചെന്നുപെട്ട് പുറത്താരോടും ഒന്നും പറയാൻ പോലും കഴിയാതെ ജീവിതം നരകമാക്കി കൊണ്ടു നടക്കുന്ന ഒരുപാട് ആളുകൾ എന്നെ കാണാൻ വേണ്ടി വരാറുണ്ട്. മാത്രമല്ല, അത്തരത്തിലുള്ള ആളുകളുടെ ക്രൂരതകളും നരകയാതനകളും അനുഭവിച്ച് മടുത്ത് അവസാനം ധൈര്യം സംഭരിച്ച് പുറത്തു ചാടുന്നവരുമുണ്ട്. അത്തരത്തിലുള്ളവരും അവരനുഭവിച്ച ക്രൂരതകളുടെയും യാതനകളുടെയും ഫലമായി ഉണ്ടായ ട്രോമകളിൽ നിന്നും, സ്ട്രെസ്സുകളിൽ നിന്നും, ഡിപ്രഷനുകളിൽ നിന്നുമൊക്കെ കരകയറുന്നതിന് വേണ്ടിയും ഓൺലൈനായും ഓഫ്ലൈനായും ഒക്കെ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്ത് എന്നെ കാണാൻ വേണ്ടി വരാറുണ്ട്. അവരൊക്കെ പറയുന്ന അനുഭവ കഥകൾ കേട്ട് ഞാൻ പോലും തരിച്ചിരുന്നു പോയിട്ടുണ്ട്. അതിൽ ചിലപ്പോൾ ചിലരൊക്കെ ബ്ലാക്ക് മെയിലിംഗ് പോലും ഭയന്നിട്ട് ആരോടും ഒന്നും പറയാൻ കഴിയാതെ നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എല്ലാ വിവാഹങ്ങളുടെ ഇടയിലും ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. കാമുകന്മാർക്കിടയിൽ, ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ, എന്തിനധികം പറയുന്നു, സുഹൃത്തുക്കളുടെ ഇടയിൽ പോലും ഇത്തരത്തിലുള്ള ടോക്സിക് റിലേഷൻഷിപ്പുകൾ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ഞാൻ നേരത്തെ പറഞ്ഞു ഇത്തരത്തിലുള്ള ബന്ധങ്ങളിൽ ഇരകളാവുന്നത് കൂടുതലും സ്ത്രീകളാണ് എന്ന്. എന്നാൽ നേരെ മറിച്ചും ധാരാളം സംഭവിക്കുന്നുണ്ട് കേട്ടോ. അതിൽ ഈ കഴിഞ്ഞയിടെ എന്നെ കാണാൻ വന്ന ഒരു ഫാമിലിയുടെ കാര്യം തന്നെ എടുക്കാം. അതിൽ ആ ഭാര്യയ്ക്ക് വിവാഹത്തിന് മുൻപ് ഒന്നിലധികം യുവാക്കളുമായി ചില ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല, ചില അഗാധമായ ഫ്രണ്ട്ഷിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു പോലും. എന്നാൽ വിവാഹശേഷം അവരുടെ ഭർത്താവ് ഈ കാര്യങ്ങളൊക്കെ അറിയുകയും അത് ഭാര്യയോട് സംസാരിക്കുകയും ഭാര്യ അത് സമ്മതിക്കുകയും ചെയ്തു. ഇനി മേലാൽ അത്തരത്തിലുള്ള ബന്ധങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ആ ഭാര്യ ആ ഭർത്താവിന് വാക്കുകൊടുത്തു. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ്, വിവാഹമെല്ലാം കഴിഞ്ഞ് 4-4.5 വർഷം കഴിഞ്ഞപ്പോൾ ഈ ഭാര്യയെ നേരത്തെ അവർക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന് അവർ തന്നെ സംശയിച്ച ഒരാളുമായി ഈ ഭർത്താവ് കാണാനിടയായി. അപ്പോൾ സ്വാഭാവികമായും അവിടെ എന്താണ് ഉണ്ടാവുക എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. സ്വാഭാവികമായും ആ ഭർത്താവിൻ്റെ മനസ്സിൽ സംശയത്തിൻ്റെ വിത്ത് വീണ്ടും വീണു തുടങ്ങി. പിന്നീട് അയാൾക്ക് ഭാര്യയെ എന്തിനും സംശയമായി അവരുടെ ഫോണൊക്കെ എപ്പോഴും ചെക്ക് ചെയ്യാൻ തുടങ്ങി. എല്ലാ കാര്യങ്ങൾക്കും ഒരു നിയന്ത്രണം കൊണ്ടുവന്നു. ഇത് ആ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അവിടെ വഴക്കുണ്ടായി. ആ വഴക്ക് അധികമായി അയാൾ ഭാര്യയെ കായികമായി ഉപദ്രവിച്ചു തുടങ്ങി. അതോടുകൂടി ഈ പ്രശ്നങ്ങളെല്ലാം ഇരു വീട്ടുകാരും അറിഞ്ഞ് അതെല്ലാം ആകെ പ്രശ്നമായി. അങ്ങനെ ആ ഭർത്താവ് ഭാര്യയെ സംശയിക്കുന്ന അല്ലെങ്കിൽ മർദ്ദിക്കുന്ന ഒരു ക്രൂരനായ ഭർത്താവായി മാറി. ഒരു സംശയരോഗിയായി മാറി. എല്ലാവരുടെയും മുൻപിൽ അയാൾ കുറ്റക്കാരനായി. അങ്ങനെ ഇരു വീട്ടുകാരും ഇടപെട്ടാണ് എൻ്റെ അടുത്ത് ഇവരെ എത്തിക്കുന്നത്. പക്ഷേ പൂർണ്ണമായും ഇപ്പോഴും അവരുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അത്രയ്ക്കും വഷളായതിനു ശേഷമാണ് എൻ്റെ അടുത്തേക്ക് എത്തുന്നത്. പക്ഷേ അവരിപ്പോഴും ഒരുമിച്ച് തന്നെയാണ് കഴിയുന്നത്. പക്ഷേ പൂർണ്ണമായ സന്തോഷത്തിലായി എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആ ഒരു പ്രശ്നത്തിൽ, ആ ബന്ധം ടോക്സിക് ആയതിൽ പൂർണ്ണമായും നമുക്ക് അയാളെ മാത്രം കുറ്റം പറയാൻ കഴിയുമോ? വിവാഹത്തിന് ശേഷവും മുൻപുണ്ടായിരുന്ന ബന്ധം അതേപോലെ തുടരുന്നു എന്ന് മനസ്സിലാക്കിയ അയാളുടെ മാനസികാവസ്ഥ സ്വാഭാവികമായും നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതല്ലേ ഉള്ളൂ. പക്ഷേ അതിൽ അയാൾക്ക് പറ്റിയ തെറ്റ് അയാൾ അവരെ കായികമായി ഉപദ്രവിച്ചു എന്നുള്ളതാണ്. അതിനെ സ്വാഭാവികമായും ആർക്കും ന്യായീകരിക്കാൻ കഴിയുന്നതുമല്ല. അപ്പോൾ ചോദിക്കും, അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അത്തരം സാഹചര്യത്തിൽ അയാൾ എന്ത് നിലപാടായിരുന്നു സ്വീകരിക്കേണ്ടിയിരുന്നത്, എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്ന്. ഞാൻ പറഞ്ഞാൽ, അയാൾ അവരെ കായികമായി കൈകാര്യം ചെയ്യുന്നതിന് പകരം, അത്തരത്തിലുള്ള ഒരു വഴക്കിലേക്ക് പോകുന്നതിന് പകരം 2 കാര്യങ്ങൾ അയാൾക്ക് ചെയ്യാമായിരുന്നു. ഒന്ന്, അയാൾ വീണ്ടും ഭാര്യയ്ക്ക് മാപ്പ് കൊടുത്ത് അവരോട് ക്ഷമിച്ച് അവരോട് വീണ്ടും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇനി തെറ്റ് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ് ക്ഷമിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മനസ്സ് അയാൾക്കുണ്ടെങ്കിൽ അത് ചെയ്യാമായിരുന്നു. അതുമല്ലെങ്കിൽ യാതൊരു തരത്തിലും ഒരുമിച്ച് പോകാൻ കഴിയില്ല എന്ന് തോന്നിയാൽ ഇരു വീട്ടുകാരോട് കാര്യങ്ങൾ പറഞ്ഞ് നിയമപരമായി അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു തീർക്കണമായിരുന്നു. അല്ലാതെ തല്ലും പിടിയും വഴക്കുമൊക്കെ ഉണ്ടാക്കുകയായിരുന്നില്ല വേണ്ടത് എന്നുള്ളതാണ്. അതാണ് അയാൾക്ക് പറ്റിയ തെറ്റ്. പറ്റില്ല എങ്കിൽ ഒഴിവാക്കി കളയണം. ഇനി ഈ ടോക്സിക് ബന്ധങ്ങളിൽ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? മതിരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന അവസ്ഥയിലായിരിക്കും പലരും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അവരെ നമുക്ക് വളരെ ഇഷ്ടമാണ്, അവരെ ഒഴിവാക്കാൻ വയ്യ. അല്ലെങ്കിൽ ചിലപ്പോൾ അത്ര ഇഷ്ടമൊന്നുമായിരിക്കില്ല, പക്ഷേ അവരില്ലാതെ ജീവിക്കാൻ വയ്യാത്ത ഒരവസ്ഥയിൽ നമ്മൾ പെട്ടുപോയിട്ടുണ്ടാവും. പക്ഷേ ആ വ്യക്തിയാണെങ്കിൽ കംപ്ലീറ്റ് വിഷമാണ് താനും. ഇതാണ് ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെ ഒരു പ്രത്യേകത.
നമുക്കത് ഉപേക്ഷിക്കാൻ എന്തോ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ആ ബന്ധത്തിൽ നമ്മൾ വളരെയധികം അബ്യൂസ്ഡ് ആവുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ നന്നായി യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നുമുണ്ട്. ഇതാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയെങ്കിൽ നിങ്ങളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണ് എന്ന് തിരിച്ചറിയണം. ഇനിയിപ്പോൾ ഇത്തരത്തിൽ ടോക്സിക് റിലേഷൻഷിപ്പിലുള്ള വ്യക്തി നിങ്ങളുടെ സ്വന്തം വീട്ടിലാണെങ്കിലോ? ആ കാര്യം നമുക്ക് അവസാനം ചർച്ച ചെയ്യാം. ഇപ്പോൾ നമുക്ക് നിങ്ങളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം, അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അതിന് പരിഹാരം കണ്ടെത്താം എന്നതിനെപ്പറ്റി ചിന്തിക്കാം. ഒരു കാര്യം ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഈ ടോക്സിക് റിലേഷൻഷിപ്പ് തുടക്കത്തിൽ തന്നെ അതൊരു ടോക്സിക് റിലേഷൻഷിപ്പിലേക്കാണ് പോകുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ടോക്സിക് റിലേഷൻഷിപ്പ് മനഃപൂർവ്വം ഉണ്ടാക്കാൻ വേണ്ടി ചില നാർസിസ്റ്റിക് സ്വഭാവമുള്ള ആളുകളുമുണ്ട്. എന്നാൽ താൻ ടോക്സിക് ആണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ചില ആളുകളുമുണ്ട്. എന്നാൽ ഈ രണ്ടു കൂട്ടരും ചെയ്യുന്ന പൊതുവായ ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, അവർ നിങ്ങളുമായി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കി തുടങ്ങുന്ന സമയത്ത് അവർ നിങ്ങളെ നന്നായി പുകഴ്ത്തും എന്നുള്ളതാണ്. അതിപ്പോൾ നിങ്ങളുടെ ഭംഗിയെ പറ്റിയാവാം, നിങ്ങളുടെ കഴിവുകളെ പറ്റിയാവാം, നിങ്ങളുടെ സ്വഭാവത്തെ പറ്റിയാവാം, അങ്ങനെ എന്തുമാവാം. പക്ഷേ ഇത്തരത്തിലുള്ള പുകഴ്ത്തലുകൾ വരുമ്പോൾ സ്വാഭാവികമായും പല ആളുകളും അതിൽ വീണുപോകും. ഇത് മനഃപൂർവ്വം ടോക്സിക് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ചില ആളുകൾ ചെയ്യുന്ന തന്ത്രമാണ്. രണ്ടാമത്തെ കാര്യം, ഇത്തരത്തിലുള്ള ആളുകൾ തുടക്കത്തിൽ നിങ്ങളിൽ നിന്ന് യാതൊരു തരത്തിലുള്ള ഔദാര്യങ്ങളും അങ്ങോട്ട് സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ്. മറിച്ച് നിങ്ങളെ കംഫർട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് നിങ്ങൾക്ക് എന്തും ചെയ്തു തരുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. നിങ്ങൾക്ക് എപ്പോഴും സന്തോഷങ്ങൾ തരിക, സർപ്രൈസുകൾ തരിക, ഗിഫ്റ്റുകൾ തരിക, അങ്ങനെ നിങ്ങളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ആ വ്യക്തി പലതും ചെയ്യുന്നു. അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം. അതിലൊരു ചതി ഒളിഞ്ഞിരിക്കുന്നുണ്ടാവാം. അതൊരു നല്ല റിലേഷൻഷിപ്പ് ആവാൻ സാധ്യതയില്ല. എന്ന് വെച്ച് ഇത്തരത്തിലുള്ള എല്ലാ ബന്ധങ്ങളും എല്ലാവരും അത്തരത്തിലുള്ള ആളുകളാണ് എന്നൊന്നും ഞാൻ തറപ്പിച്ച് പറയുന്നതേ ഇല്ല. എന്നാൽ ഇതൊക്കെ ഇത്തരക്കാർ സ്വാഭാവികമായും സാധാരണ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് എന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. മറ്റൊന്ന്, ഇത്തരത്തിലുള്ള ആളുകൾ ചെയ്യുന്ന മറ്റൊരു കാര്യം, നിങ്ങൾക്ക് പല വിധത്തിലുള്ള സഹായങ്ങൾ നിങ്ങൾ പോലും ആവശ്യപ്പെടാതെ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഭാവിയിൽ നിങ്ങളെ എന്ത് ചെയ്താലും നിങ്ങൾക്ക് മറിച്ചൊന്നും പറയാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു കടപ്പാട് നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പണം തന്ന് നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ പല പ്രശ്നങ്ങളും പരിഹരിച്ചു തന്ന് നിങ്ങളെ സഹായിക്കും. അങ്ങനെ പല വിധത്തിലുള്ള ഒരു വിധേയത്വം നിങ്ങളിൽ വളർത്തിയെടുക്കാൻ അവർ ശ്രമിക്കും. ഇനി കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നിങ്ങൾ ആ വ്യക്തിയോട് എന്തെങ്കിലും മറുത്തു പറയുമ്പോൾ ഞാൻ നിനക്ക് എന്തൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് എന്ന രീതിയിൽ നിങ്ങളോട് ചോദിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കും എന്നർത്ഥം. നിങ്ങൾക്ക് മറുത്തൊന്നും പറയാനോ ചെയ്യാനോ പറ്റാത്ത വിധത്തിൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തെടുക്കും എന്നർത്ഥം. ഇനി അടുത്തതായി ഇത്തരത്തിൽ അങ്ങനെ അങ്ങ് പോയി കുറച്ചു കഴിയുമ്പോൾ ആ ബന്ധം മെല്ലെ എങ്ങനെ ടോക്സിക്കായി മാറുന്നത് തിരിച്ചറിയാം എന്നതിനെപ്പറ്റി പരിശോധിക്കാം. എന്ന് വെച്ചാൽ ആ ബന്ധത്തിന് മേലെ നിങ്ങൾക്ക് തന്നെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഇടയ്ക്കെപ്പോഴോ തോന്നി തുടങ്ങുന്ന ഒരു അവസ്ഥ വരും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇതൊരു നല്ല ബന്ധമാണോ അതോ മോശം ബന്ധമാണോ, ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ എനിക്കിത് ദോഷമായി തീരുമോ എന്നിങ്ങനെ നിങ്ങളിൽ തന്നെ ഒരു കൺഫ്യൂഷൻ തോന്നി തുടങ്ങും. അപ്പോഴാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥ നിങ്ങൾക്ക് വരുന്നത്. പക്ഷേ ആ അവസ്ഥ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, നിങ്ങൾ മെല്ലെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ് എന്ന്. നിങ്ങൾ ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തിരിച്ചറിയാനുള്ള അടുത്ത ലക്ഷണം എന്താണെന്നറിയാമോ? നിങ്ങൾ ആ വ്യക്തിയുമായി സംസാരിച്ച് കുറച്ചു കഴിഞ്ഞാൽ നിങ്ങളാകെ ഡ്രെയിനായി പോകും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളാകെ വറ്റി വരണ്ട് ആകെ അവശയായി പോകും എന്നുള്ളതാണ്. കാരണം എന്തൊക്കെയോ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയി മാറുകയും നിങ്ങളുടെ പല കാര്യങ്ങളും ആ വ്യക്തിയോട് സംസാരിച്ച് കൺവിൻസ് ചെയ്യേണ്ടി വരികയും പല കാര്യങ്ങളിലും പല സമയത്തും കോംപ്ലിക്കേറ്റഡായ പല ചോദ്യങ്ങളും നിങ്ങളോട് ചോദിക്കുകയും തർക്കിക്കേണ്ടി വരികയും എപ്പോഴും ഞാൻ ശരിയാണ് നീയാണ് തെറ്റ് എന്നുള്ള രീതിയിലുള്ള സംസാരം വരികയൊക്കെ ചെയ്യും എന്നുള്ളതാണ്. എന്നാൽ ഇത്തരത്തിൽ ടോക്സിക്കായ ആളുകളുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ അവർ വളരെ പെർഫെക്റ്റ് ഓക്കെയാണ് എന്നുള്ള രീതിയിലായിരിക്കും. നമുക്കവരെ തിരിച്ചറിയാൻ കഴിയുകയില്ല തുടക്കത്തിലൊന്നും. എന്ന് വെച്ചാൽ നിങ്ങളുടെ ചിന്തകളെ പോലും മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ആ വ്യക്തി സംസാരം കഴിഞ്ഞ് ഇറങ്ങിപ്പോയിട്ടുണ്ടാവുക എന്നർത്ഥം. അതിപ്പോൾ നേരിട്ട് സംസാരിച്ചാലും ഫോണിൽ സംസാരിച്ചാലും സംസാരം കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കില്ല ഫീൽ ചെയ്യുന്നത്. മറിച്ച് ഡിസ്റ്റർബൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. നിങ്ങളാകെ ഡ്രെയിനായി പോയതുപോലുള്ള ഒരവസ്ഥ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ടോക്സിക് റിലേഷൻഷിപ്പാണ് എന്ന്. ഇനി മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? നിങ്ങളുടെ പല ബൗണ്ടറീസും ലംഘിക്കപ്പെടും എന്നുള്ളതാണ്.
എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് ചില പേഴ്സണൽ വാല്യൂസ് ഉണ്ടാവും, സോഷ്യൽ വാല്യൂസ് ഉണ്ടാവും, നിങ്ങൾക്ക് ചില എത്തിക്സ് ഉണ്ടാവാം, നിങ്ങളുടേതായ ചില ചിട്ടവട്ടങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാവാം. എന്നാൽ നിങ്ങളുടെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മറ്റേ വ്യക്തിക്ക് വേണ്ടി നഷ്ടപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ തകർന്നു പോകുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയാൽ, നിങ്ങൾക്ക് തോന്നി തുടങ്ങിയാൽ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, യു ആർ ഇൻ എ ഡേഞ്ചറസ് സോൺ. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കോണം. മാത്രവുമല്ല, ഇതിൻ്റെയൊക്കെ പുറമെ നിങ്ങൾക്ക് ആ വ്യക്തിയോട് ഒരു കാര്യത്തിലും നോ പറയാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, നിങ്ങൾ പൂർണ്ണമായും മാനിപ്പുലേറ്റഡ് ആയിരിക്കുന്നു എന്ന്. അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ അയാളൊരു പെർഫെക്റ്റ് പേഴ്സണായി അഭിനയിക്കുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി തുടങ്ങും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മെസ്സേജുകളും കോളുകളും ഒക്കെ ഫ്രീക്വൻ്റായി വേണം എന്ന വാശി. അവരിങ്ങോട്ട് വിളിക്കുമ്പോൾ നിങ്ങൾ അപ്പോൾ തന്നെ റിപ്ലൈ ചെയ്തില്ല എങ്കിൽ, അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്തില്ല എങ്കിൽ അതിൻ്റെ റീസൺ നിങ്ങൾ വ്യക്തമായി ബോധിപ്പിച്ചിരിക്കണം എന്നുള്ള വാശി. അവരൊരു മെസ്സേജ് അയച്ചിട്ട് അതിൻ്റെ റിപ്ലൈ അപ്പോൾ തന്നെ കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ റീസണും ബോധിപ്പിച്ചിരിക്കണം എന്നുള്ള വാശി. എന്നാൽ നിങ്ങൾ അങ്ങോട്ട് വിളിക്കുകയോ അങ്ങോട്ട് മെസ്സേജ് അയക്കുകയോ ചെയ്യുമ്പോൾ അതിനൊന്നും റിപ്ലൈ കറക്റ്റ് സമയത്ത് കിട്ടിയില്ല എന്നും വരാം. പക്ഷേ അതൊന്നും ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമില്ലാത്ത ഒരവസ്ഥ. ഇതൊക്കെയാണ് നിങ്ങളുടെ അവസ്ഥയെങ്കിലും നിങ്ങൾ സൂക്ഷിച്ചോളൂ, നിങ്ങളൊരു ടോക്സിക് റിലേഷൻഷിപ്പിൽ പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ സമയം മൊത്തം അവർക്ക് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്ത് വെക്കേണ്ടി വരുന്ന ഒരവസ്ഥ. നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോഴും ഒന്ന് ബാത്റൂമിൽ പോകുമ്പോൾ പോലും ആ വ്യക്തിയുടെ കോള് വരുമോ എന്നുള്ള ഭയം, അതിനൊക്കെ അപ്പോൾ തന്നെ റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമാകുമോ എന്ന് ഭയന്ന് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ഇത്തരം സാഹചര്യത്തിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, യു ആർ ഇൻ എ ഡേഞ്ചറസ് സോൺ. ഇനിയിപ്പോൾ നിങ്ങളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു തരാം. അതിൽ ആദ്യത്തെ കാര്യം, നിങ്ങൾക്കൊരു ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നിങ്ങളെന്ന വ്യക്തിയെ സ്വയം നശിപ്പിച്ചിട്ട് നിങ്ങൾ ആരെയും നേടിയിട്ട് ഒരു കാര്യവുമില്ല എന്ന് തിരിച്ചറിയുക. നിങ്ങളില്ലെങ്കിൽ പിന്നെ ആ വ്യക്തി ഉണ്ടായിട്ട് എന്താണ് കാര്യം? നിങ്ങളെ നശിപ്പിച്ചിട്ട് മറ്റൊരാളെ സ്വന്തമാക്കാൻ ശ്രമിക്കരുത്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കായി ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള ചിട്ടവട്ടങ്ങളും വാല്യൂസും ഒന്നും മറ്റൊരാൾക്ക് വേണ്ടി സ്വയം നശിപ്പിക്കില്ല എന്ന് സ്വയം തീരുമാനമെടുക്കുക. എല്ലാത്തിനും ബൗണ്ടറീസ് വെക്കുക. ഇങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റൂ എന്ന് തുറന്നു പറയുക. നോ പറയേണ്ടടുത്ത് കൃത്യമായി നോ പറയുക. നിങ്ങൾ ഇത്തരത്തിൽ നോ പറയുകയും ബൗണ്ടറീസ് വെക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളെ ഇട്ടിട്ട് പോകുന്ന ആളാണ് അപ്പുറത്തുള്ളതെങ്കിൽ പോയിക്കോട്ടെ എന്ന ധീരമായ നിലപാടെടുക്കാൻ പഠിക്കുക. ആ വ്യക്തിയെ കൊണ്ട് നിങ്ങൾക്കൊരിക്കലും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിയുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് ചില കാര്യങ്ങളിൽ റെസ്ട്രിക്ഷൻസ് വെക്കുക എന്നുള്ളതാണ്. റെസ്ട്രിക്ഷൻസ് എപ്പോഴും ഒരു ബന്ധത്തെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുകയുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വണ്ടിക്ക് ആക്സിലേറ്റർ മാത്രമേ ഉള്ളൂ, ബ്രേക്ക് ഇല്ല എങ്കിൽ എന്താണ് സംഭവിക്കുക? ആ വണ്ടി അപകടത്തിൽപ്പെടുമെന്ന് ഉറപ്പല്ലേ? അതുപോലെ തന്നെയാണ് ഒരു സ്നേഹബന്ധത്തിലെ കാര്യവും. അതിപ്പോൾ ഫ്രണ്ടാവട്ടെ, ലവറാവട്ടെ, ഹസ്ബൻഡ് ആവട്ടെ, വൈഫാവട്ടെ, ആരുമായിക്കൊള്ളട്ടെ, അതിന് ആക്സിലേറ്റർ മാത്രമേ ഉള്ളൂ, അതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകൽ മാത്രമേ ഉള്ളൂ എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. എല്ലായിടത്തും യെസ്, എല്ലായിടത്തും ഓക്കെ എന്ന് മാത്രമാണെങ്കിലോ തീർച്ചയായും നിങ്ങൾ അപകടത്തിൽ ചെന്നേ നിൽക്കൂ. ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് കുത്തി നിർത്തേണ്ടി വരും എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ബന്ധങ്ങളിലെ റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞാൽ ബ്രേക്കാണ് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള പല കാര്യങ്ങളിലും റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തുവാൻ ഒരുപാട് തടസ്സങ്ങളുണ്ട്, അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആൾ അതിന് സമ്മതിക്കുന്നില്ല എങ്കിൽ അപ്പോൾ മനസ്സിലാക്കിക്കോളൂ, ആ ബന്ധത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട സമയമായിരിക്കുന്നു എന്ന്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ? ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ അവസാനം പറയാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ച ഒരു കാര്യം, ഈ ടോക്സിക്കായ വ്യക്തി നിങ്ങളുടെ സ്വന്തം കുടുംബത്തിലുള്ള ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഞാൻ ഇതുവരെ പറഞ്ഞത് നമ്മളുമായി വലിയ ബന്ധമൊന്നുമില്ലാത്ത, അല്ലെങ്കിൽ ലീഗലി ബന്ധമൊന്നുമില്ലാത്ത ഒരാളുമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യമായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ ടോക്സിക്കായ ആൾ സ്വന്തം വീട്ടിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യും? അത്തരം സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 2-3 കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, നിങ്ങളൊരു ഇമോഷണൽ സ്ലേവ് ആകാതിരിക്കുക, അല്ലെങ്കിൽ അടിമയാകാതിരിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്ന ഇമോഷണൽ ഫീലിങ്സ് ഉണ്ടല്ലോ, അതിന് അടിമയാകാതിരിക്കുക എന്നുള്ളതാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നിങ്ങളുടെ സന്തോഷത്തിനും നിങ്ങളുടെ സമാധാനത്തിനും അങ്ങനെ എല്ലാ കാര്യത്തിനും ആ വ്യക്തിയെ മാത്രം ആശ്രയിക്കുന്നത് പതുക്കെ കുറച്ചു കൊണ്ടുവരിക. നിങ്ങളുടെ സന്തോഷത്തിനും സമാധാനത്തിനും പുറമെയുള്ള മറ്റ് മാർഗങ്ങൾ കൂടി കണ്ടെത്തുക. അങ്ങനെ നിങ്ങളൊരു ഇമോഷണൽ സ്ലേവ് ആകാതിരിക്കുക.
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ആ വ്യക്തിയുടെ ഔദാര്യത്തിൽ ജീവിക്കേണ്ട അവസ്ഥ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ സ്വന്തമായ ഒരു വരുമാന മാർഗം കണ്ടെത്തണം. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള അവസ്ഥകൾ അനുഭവിക്കുന്നത് സ്ത്രീകളാണ് കേട്ടോ. എന്ന് വെച്ചാൽ ആ വ്യക്തി കഴിക്കാൻ തന്നിട്ടാണ് ഞാൻ കഴിക്കുന്നത് എന്ന അവസ്ഥ ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്നർത്ഥം. എന്ന് വെച്ചാൽ നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കുന്നവരായാൽ നിങ്ങളുടെ ആത്മവിശ്വാസം ഇരട്ടിയാവും എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന്, നിങ്ങളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണെങ്കിൽ അതിപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡോ നിങ്ങളുടെ വൈഫോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും തന്നെ ടോക്സിക് ആയാൽ ആ വ്യക്തിയോട് കാര്യങ്ങൾ തുറന്ന് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് ആ വ്യക്തിയെ തിരുത്താൻ കഴിയുമോ എന്ന് ശ്രമിച്ചു നോക്കുക. അതായത് സ്നേഹത്തിന്റെ ഭാഷയിൽ കാര്യങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമോ എന്ന് ശ്രമിച്ചു നോക്കണമെന്നർത്ഥം. അങ്ങനെ ശ്രമിച്ചു നോക്കിയിട്ടും യാതൊരു രക്ഷയുമില്ല എങ്കിൽ പിന്നെ സ്നേഹത്തിന്റെ വഴി വിട്ട് നിയമത്തിന്റെ വഴി സ്വീകരിക്കുക എന്നത് മാത്രമേ രക്ഷയായിട്ടുള്ളൂ. അക്കാര്യത്തിൽ മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാതിരിക്കുക. കാരണം ഇത് നിങ്ങളുടെ മാത്രം ജീവിതമാണ് എന്ന് ഓർമ്മിക്കുക. എന്ന് വെച്ചാൽ സ്നേഹം തോറ്റെടുത്ത് നിയമത്തിന് വഴിമാറി കൊടുക്കുക എന്നത് മാത്രമാണ് ഏകമാർഗമായി നമ്മുടെ മുൻപിലുള്ളത്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് മോചനം ലഭിക്കട്ടെ, അല്ലെങ്കിൽ അതിൽ വീണു പോകാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാനലിൻ്റെ കൂട്ടായ്മയായ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ചേരുന്നതിന് വേണ്ടി, ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. അതിനായി അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾ ആ ലിങ്കിൽ ടച്ച് ചെയ്ത് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയായാലും മടിക്കാതെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി തൊട്ടടുത്ത ദിവസം കാണും വരെ നന്ദി, നമസ്കാരം.